ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രിസിറ്റിംഗ് പോയട്രിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യനും ആണ്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വല്ല നോട്ട്സ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിലെല്ലാ ചാപ്റ്റേഴ്സിനെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും സമ്മറിയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഫുൾ മാർക്കുകൾ വേണം എന്നുള്ള ആൾക്കാർക്കല്ല, എങ്ങനെയും പാസ്സായ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ല. അതുപോലെ നല്ല മാർക്ക് വേണം, കുറച്ചുകൂടി നല്ല മാർക്ക് വേണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണ്. കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് പറയണം. അപ്പോൾ ഇത് ഫുള്ള് മാർക്ക് വേണം എന്നുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നില്ല. കാരണം ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു മോഡല് ഒരു കൊല്ലം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് സ്കൈലാർ ബിക്കേം എ മെറ്റഫർ ഫോർ ദ പോയറ്റിക് ഇമാജിനേഷൻ? അപ്പോൾ ഈ ഒരു ഓ ടു സ്കൈലാർക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പി ഷെല്ലിയുടെ ഓ ടു സ്കൈലാർക്ക്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇലാബറേറ്റ് ചെയ്ത് ഫസ്റ്റ് പോയറ്റിനെ കുറിച്ച് പറയണം. പിന്നെ അതിൻ്റെ ഒരു പോയിറ്റിൻ്റെ കാര്യങ്ങളും ഇതിൽ കുറേ കമ്പാരിസൺ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ബേർഡ് സ്കൈയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേർഡിൻ്റെ വോയിസ് മാത്രമേ, പാട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, മ്യൂസിക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, ബേർഡിനെ കാണാൻ പറ്റില്ല. ആ കാര്യങ്ങൾ പിന്നെ കമ്പാരിസൺ വരുന്നുണ്ട്. അതേപോലെ ഗ്ലോവോം, അതുപോലെ മിന്നി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചാൻസ് ആയിരിക്കും, കുറവായിരിക്കും. 5 മാർക്ക് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യനും നല്ല ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൽ നമ്മൾ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനും ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോയുടെ ലൈറ്റ് കൂടും. അപ്പോൾ എല്ലാവർക്കും അത്ര താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാം. ഇപ്പോൾ ഈ ഓ ടു ഷെല്ലി ഇവിടെ പോയാണ് ഈ ഓ ടു സ്കൈലാർക്ക്. അപ്പോൾ ഇതിൽ പോയത്തില്ലേ സ്കൈലാർക്ക് ട്രാൻസ്പാർട്ട് ദ പോയിറ്റ് ഇൻ ടു എ റിയൽ ജോയ് എന്ന് വെച്ചാൽ അത്ര ഒരു ആ ഒരു സ്കൈലാർക്കിൻ്റെ ഒരു സന്തോഷമാണ് ഇതിൽ ഇമാജിനേഷനായിട്ട് പറയുന്നത്. ടു ദ പോയിറ്റ് ദ ബേർഡ് ഈസ് എ ക്ലൗഡ് ഓഫ് ദ ഫയർ ദാറ്റ് ഗോസ് ഹയർ ആൻഡ് ഹയർ ഫ്രം ദ എർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ബേർഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് എർത്തിൽ നിന്ന് സ്കൈയിലേക്ക്. ഇവിടെ ഈ ഒരു സ്കൈലാർക്കാണ് നമ്മുടെ കവിയുടെ ഒരു ഭാഷയിൽ ഒരു മെറ്റഫറായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു കവിയുടെ ഒരു ഭാവനയിൽ മെറ്റഫറായിട്ടാണ് ഈ ഒരു സ്കൈലാർക്കിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു സ്കൈലാർക്കിൻ്റെ ഒരു സോങ് ഈ ഒരു നമ്മുടെ പോയിറ്റിനെ വല്ലാത്തൊരു സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു സ്കൈലാർക്ക് പോയിറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാ ഒരു പക്ഷിയല്ലാന്ന്. അപ്പോൾ ഈ ഒരു സ്കൈലാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ, ഇപ്പം മനുഷ്യന്മാർ പാട്ട് പഠിക്കുമ്പോൾ കുറേ പ്രിപ്പയർ ചെയ്യും, ഒരു രാഗങ്ങളും താളങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പാടും. പക്ഷേ ഈ ഒരു സ്കൈലാർക്ക് ഒട്ടും പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് ഇങ്ങനെ മെലോഡിയസ് ആയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഒരു പോയിറ്റിന് അത്രയും ജോയ്ഫുൾനെസ് കൊണ്ടുവരാൻ കാരണം. ഇവിടെ സ്കൈലാർക്കിനെ പോയിറ്റ് മെറ്റഫറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്കൈലാർക്കിനെ ഒരു പോയിറ്റ് പറയുന്നുണ്ട്, ഒരു ക്ലൗഡ് ഓഫ് ഫയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു തീഗോളത്തെ പോലെ, അതായത് ഭൂമിയിൽ നിന്ന് സ്കൈയിലേക്ക് പറക്കുന്ന ഒരു തീഗോളമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞതിൽ സ്കൈലാർക്കിൻ്റെ സോങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒതുങ്ങി കൂടിക്കുന്ന സൗണ്ട് അല്ല. സോങ് മൊത്തം പ്രപഞ്ചമായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ മ്യൂസിക്കാണത്. ഈ ഒരു ക്വസ്റ്റ്യൻ 2020 വന്നിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വില്യം ഷേക്സ്പിയറിൻ്റെ ചാപ്റ്റർ എന്നാണ്. ഷാൽ ഐ കമ്പയർ ടു ദി സമ്മേഴ്സ് ഡേ എന്ന് പറയുന്നൊരു പോയിന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ പോയിറ്റ് സേസ് ദാറ്റ് ഹിസ് ബിലവഡ് ഈസ് സുപ്പീരിയർ ടു നേച്ചർ? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പോയിറ്റ് ആ ഒരു ബിലവഡ് തൻ്റെ ഫ്രണ്ട് ഒരു നേച്ചറായിട്ട് സുപ്പീരിയർ ആണെന്ന് പറയാൻ കാരണം, ദ പോയിറ്റ് സേസ് ദാറ്റ് ഹിസ് ബിലവഡ് ഈസ് സുപ്പീരിയർ ടു ദ നേച്ചർ ബിക്കോസ് ഹീ ഈസ് ലവർ ആൻഡ് മോർ. എന്നുവെച്ചാൽ ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ച് അത്രയും ഈ ഒരു ഫ്രണ്ട് പറഞ്ഞ അത്രയും ഒരു ലവ്ലിയാണ്, ആ ഒരു കെയറിങ് ഒക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ടിനെ കമ്പയർ ചെയ്യേണ്ടതെന്ന് ഒരു പോയിന്റിന് അറിയില്ല. ഓക്കെ, പ്ലഷർ ദാൻ നേച്ചർ. അപ്പോൾ പോയിന്റിനെ സംബന്ധിച്ച് നേച്ചറിനെക്കാട്ടി നല്ലൊരു പ്ലഷർ തരുന്ന ഒരു ഇതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ക്ലോസിംഗ് ലൈൻ ഇൻ ദ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതും ഷാൽ ഐ കമ്പയർ ടു ദി സമ്മേഴ്സ് ഡേ എന്നാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ആ ഒരു ചാപ്റ്റർ സെയിം ചാപ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ക്ലോസിംഗ് ലൈൻ ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പോൾ ക്ലോസിംഗ് ലൈനിൽ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞാൽ ബ്യൂട്ടി വിൽ റിമെയിൻ ഇൻടാക്ട് ദിറ്റ് വിൽ നോട്ട് ഫെയ്ഡ് ബിക്കോസ് ദ പ്രിസർവ്ഡ് ഇൻ ദ പോയം. അപ്പോൾ ഈ ഒരു
നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു പോയിന്റിന് തൻ്റെ ബിലവഡിൻ്റെ ഒരു ബ്യൂട്ടി എന്തുമായി കമ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഒരു ഫ്രണ്ട്. അപ്പോൾ ബിലവഡ്, അപ്പോൾ ആ ഒരു ബിലവഡിൻ്റെ അപ്പോൾ അദ്ദേഹം വിചാരിച്ച് നേച്ചറിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നേച്ചറിലൊന്നും ഒതുങ്ങി കൂടുന്നതല്ല ഒരു ബിലവഡിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ. അപ്പോൾ ആ ഒരു നേച്ചർ, അപ്പോൾ അദ്ദേഹം വിചാരിച്ചൊരു പോയത്തിൽ നിൽക്കാം. ഇപ്പോൾ ബിലവഡ് മരിച്ചാലും ആ ഒരു ബിലവഡിൻ്റെ ഒരു ഓർമ്മ ഈ ഒരു പോയത്തിൽ നിൽക്കും. ഹിസ് ബിലവഡ് ബിക്കം ഇമ്മോർട്ടൽ. ഈ ഒരു ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ആ ഒരു ടേമിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ പഠിക്കുക കേട്ടോ, ഇമ്മോർട്ടൽ. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് ഒരു കൊല്ലം. എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ കോറസ് ഹൈപ്പർമെയ്ഡ്. കോറസ് ഹൈപ്പർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോങ് വിച്ച് സാങ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് സൂമിന്. ഒരു മാരേജ് സൂമിന് നടക്കുമ്പോൾ പാടുന്നൊരു പാട്ടാണിത്. ഓക്കെ, അത് പറഞ്ഞാൽ ഒരു കൊയറിന്, നമുക്ക് കൊയർ ഉണ്ടാവില്ലേ പള്ളിയിലൊക്കെ, ക്രിസ്ത്യൻസ് ഉണ്ടാവില്ല, കൊയറിൽ നിന്ന് പാടുന്ന ഒരു പാട്ടാണ് ആ ഒരു കൊയർ, ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോറസ് ഹൈ മീൻസ് എന്താണ്, ആ ഒരു ഗോഡിൻ്റെ ഒരു പ്രസൻസ് ആണ് എന്ന് പറയുന്നത്. ഗോഡ് ഓഫ് മാരേജ് ഇൻ ക്ലാസിക്കൽ മിത്തോളജി. അപ്പോൾ ക്ലാസിക്കൽ മിത്തോളജിയിൽ അനുസരിച്ച് ഗോഡ് ഓഫ് മാരേജ് ആണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. ഒരു അബ്ജക്റ്റീവ് ആണ് അത്, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഈ 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിനുള്ളതായിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് പറഞ്ഞു പോകുന്നുള്ളൂ. എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി സമ്മറിയിൽ ചെയ്ത കാരണം ഇനി നിങ്ങൾക്ക് സമ്മറി വേണം എന്നുള്ളതെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷാൽ ഐ കമ്പയർ ടു ദി സമ്മേഴ്സ് ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോയത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, സുപ്പീരിയർ ഓഫ് നേച്ചർ. എന്താണ് സുപ്പീരിയർ ഓഫ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ഡെത്ത് ഓഫ് ഷേക്സ്പിയേഴ്സ് ഡിയർ യങ് ഫ്രണ്ട് മൂവ് ടു ദ ഹിയർട്ട് ഓഫ് പോയറ്റ്. ഹി കമ്പയർഡ് ദ പോയറ്റ് ടു പ്രിപ്പയർ ദ മെമ്മറി ഓഫ് ഇറ്റ്സ് ഫ്രണ്ട്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിറ്റ് അന്വേഷിക്കുന്നത്, എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. ഈ ഒരു പോയിറ്റിന് അറിയുന്നില്ല എന്തുമായിട്ടാണ് തൻ്റെ ബിലവഡിൻ്റെ ഒരു മെമ്മറീസ് കമ്പയർ